സുഹൃത്തുക്കളെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ അൺബോക്സ് ചെയ്ത് കാണിച്ചിരുന്നത് ഒരു വയർലെസ് മൈക്രോഫോൺ ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് വ്യത്യസ്ത ഇനം പ്രൊഡക്റ്റുകളാണ്. ഒരു വയർലെസ് ചാർജറും ഒരു വയർലെസ് ഇയർഫോണും ഒരു PD അഡാപ്റ്ററും ഒക്കെയാണ് നമ്മൾ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തെക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഖാദർ വെള്ളേരി. വെൽക്കം ടു ടെക് സൊല്യൂഷൻസ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ എടുത്തിട്ടുള്ളത് പോക്കിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്ഫോണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹെഡ്ഫോണിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെഡ്ഫോണാണ്. ഇതിൻ്റെ പുറത്ത് തന്നെ വലുതാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വയർലെസ് ചാർജർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാധനം കൂടി നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ഈ ഒരു ചാർജർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു PD അഡാപ്റ്ററും വേണം. അതുകൊണ്ട് തന്നെ ആ ഒരു PD അഡാപ്റ്ററും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ഇങ്ങനെ 3 പ്രൊഡക്റ്റുകളാണ് ഞാനിന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ ഈ ഹെഡ്ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇന്ന് മാർക്കറ്റിൽ വിവിധ തരം എയർപോഡ് പ്രോ ലഭ്യമാണ് എന്നുണ്ടെങ്കിലും പോക്കിൻ്റെ ഈ ഒരു എയർപോഡ് പ്രോ ഒരുപാട് വ്യത്യാസമുണ്ട് മറ്റു ബ്രാൻഡുകളിൽ നിന്നും. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എയർപോഡ് പ്രോയിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോയ്സ് ക്യാൻസലേഷനും ഈ ഒരു എയർപോഡ് പ്രോയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീണ്ട ബാറ്ററി ലൈഫാണ് കമ്പനി ഇതിന് അവകാശപ്പെടുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള 1 ഇയർ വാറൻറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ലഭ്യമായിട്ടുള്ളത്. പോക്കിൻ്റെ PC190 എന്ന ഈ ഒരു ഹെഡ്ഫോണിൻ്റെ കവറിങ് കണ്ടാൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു പാക്ക് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു USB കേബിളും കൂടാതെ നമുക്ക് ഈ ഒരു ഡിവൈസ് സ്ക്രാച്ച് ഒന്നും കൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു പൗച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിവൈസ് നമുക്ക് കീച്ചണിൽ കോർത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹുക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പാക്കിനകത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഒരു വയർലെസ് ഹെഡ്ഫോണാണ്. ഈ ഒരു വയർലെസ് ഹെഡ്ഫോൺ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വയർലെസ് ഹെഡ്ഫോണിൽ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത. സാധാരണ മറ്റു ലോക്കൽ ബ്രാൻഡുകളെ അപേക്ഷിച്ചിട്ട് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. അടുത്തതായിട്ട് നമുക്ക് പോക്കിൻ്റെ ഈ ഒരു ഡിവൈസ് എങ്ങനെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം. അത് തന്നെ നമുക്ക് ഐഫോണിൽ എങ്ങനെ ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫോണിൽ ആദ്യം തന്നെ ഐഫോണിൽ ഇതുപോലെ ബ്ലൂടൂത്ത് ഓണാക്കി വെച്ച് കൊടുക്കുക. ബ്ലൂടൂത്ത് ഓണാക്കിയതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ടോപ്പ് ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. ഈ ഒരു ടോപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലൊരു പോപ്പപ്പ് കാണാൻ പറ്റും. ഈ ഒരു പോപ്പപ്പിൽ കണക്ട് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു ബട്ടണിലൊന്ന് അമർത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണക്റ്റിംഗ് കാണാൻ പറ്റും. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഒരു ഫോണുമായിട്ട് ഈ ഒരു ഡിവൈസ് കണക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ കണക്റ്റ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിൽ എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് സാംസങ്ങിൻ്റെ ഫോണിൽ എങ്ങനെ ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതും പരിശോധിച്ച് നോക്കാം. സാംസങ്ങിൻ്റെ ഫോണിൽ മാത്രമല്ല ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലും നമുക്ക് ഈ ഒരു ഡിവൈസ് വളരെ സിമ്പിളായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഡിവൈസ് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം അടച്ചു വെക്കുക. അതിനുശേഷം നമ്മളെ ഫോണിൽ ബ്ലൂടൂത്ത് ഓണാക്കി കൊടുക്കുക. ബ്ലൂടൂത്ത് ഓണാക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു സാധനം ഒന്ന് തുറന്ന് കൊടുക്കുക. നമ്മൾ സാംസങ്ങിൻ്റെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബ്ലൂടൂത്ത് സെക്ഷനിൽ നമുക്ക് PC190 എന്നുള്ള ഒരു നെയിം കാണാൻ പറ്റും. അതിനുശേഷം ഈ ഒരു പെയർ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് പരിശോധിച്ച് നോക്കാം. സൗണ്ട് ക്വാളിറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു സൗണ്ട് ക്വാളിറ്റി ആസ്വദിക്കാൻ കഴിയില്ല. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതാണ്. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഈ ഒരു ഡിവൈസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഈ ഒരു ഫോണിലൊരു പാട്ട് ഇട്ടിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ പരിശോധിച്ച് നോക്കാം. ഭയങ്കര ബാസൊക്കെ ഉണ്ട്. അതുമാത്രമല്ല നമ്മളെ സൗണ്ടിന് ഒരു പ്രത്യേക ഒരു എഫക്റ്റൊക്കെ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഭയങ്കര എന്താ പറയുക, നമുക്ക് പുറത്തത്തെ സൗണ്ടൊന്നും കേൾക്കണമെന്നില്ല. നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് തന്നെ പറയാം. നമ്മളെ സൗണ്ടിന് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് സൗണ്ടിൽ ഞാൻ സംസാരിക്കണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ഒരു നമ്മൾ സാധാരണ ഒരു ഹെഡ്ഫോൺ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ ഒരു സൗണ്ട്, ചെവിക്കൊക്കെ ഒരു വേദന, അങ്ങനത്തെ ഒരു വേദനയൊന്നും ഈ ഒരു ഹെഡ്ഫോണിന് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര നമ്മൾ ഈ ഒരു എവിടെയാണ് നിൽക്കണത് തന്നെ നമുക്ക് മനസ്സിലാവണില്ല. അത്രയും വല്ല ഒരു എടുത്ത് പറയേണ്ട എങ്ങനെ ഇപ്പം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയണില്ല. ഇത് ഈ ഒരു ഡിവൈസിൽ പാട്ടിട്ടാണ് ഒരിക്കലും നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. അത്രയും ഭയങ്കര നല്ലൊരു എഫക്റ്റ് ഉണ്ട് തന്നെ പറയാം.
പിന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട് നോയ്സ് ക്യാൻസലേഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള നോയ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഡിവൈസിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സാധനത്തിനെ നമ്മൾ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനത്തിലുള്ളത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് ഈ ഒരു ഡിവൈസ് എങ്ങനെ നമുക്ക് വയർലെസ് ചാർജർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 ഡിവൈസുകളാണ് ഇനി അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കിൻ്റെ തന്നെ ഒരു PD ക്വിക്ക് ചാർജറാണ്. 20 വാട്ട്സാണ് ഇതിൻ്റെ പവറൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് അൺബോക്സ് ചെയ്ത് കാണേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പുതിയ ഐഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ചാർജറൊന്നും ഇല്ലാതെയാണ് ലഭിക്കുന്നത്. അങ്ങനത്തെ ഐഫോണുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള 20 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ചാർജർ. ഇത് നമുക്ക് ഐഫോണിൽ മാത്രമല്ല സാംസങ്ങിലും ഉപയോഗിക്കാം. ക്വിക്ക് ചാർജ് 3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ചാർജർ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വയർലെസ് ചാർജറും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ വയർലെസ് ചാർജർ അൺബോക്സ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അൺബോക്സ് ചെയ്ത സമയത്ത് നമ്മൾ ഇതിൽ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വയർലെസ് ചാർജർ അല്ലാതെ മറ്റൊന്നും ഈ ഒരു ഇതിൽ ലഭിച്ചിട്ടില്ല. ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇതിൻ്റെ വയറൊക്കെ വളരെ നല്ലൊരു ക്വാളിറ്റി ഈ ഒരു സാധനത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇതൊന്ന് പ്ലഗിലൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഇതിൻ്റെ ഉപയോഗം എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഈ PD 20 വാട്ട്സ് എന്നുള്ളത് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പ്ലഗുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വയർലെസ് ചാർജർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഐഫോണിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കട്ടെ. പെട്ടെന്ന് തന്നെ ഇതിൽ പിടിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടൊന്ന് പൊക്കി പിടിക്കാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് കണക്റ്റ് ആവുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലൊരു മാഗ്നറ്റിക് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് പെട്ടെന്ന് ലൊക്കേഷൻ ചേഞ്ച് ആകുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ പെട്ടെന്ന് നീങ്ങി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് വളരെ നല്ലൊരു വയർലെസ് ചാർജർ തന്നെയാണെന്ന് പറയാം. കാരണം ഞാൻ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ട് സ്പേസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോലും ഇത് ഡിസ്കണക്റ്റ് ആവുന്നതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ഡിവൈസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഈ ഒരു ഡിവൈസ് നിങ്ങൾക്കറിയാം പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചപ്പോൾ തന്നെ ഈ ഒരു ഡിവൈസ് കണക്റ്റ് ആവുന്നുണ്ട്. അതായത് നമുക്ക് വയർ തന്നെ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യണമെന്നില്ല. പോക്കിൻ്റെ ഈ ഒരു വയർലെസ് ചാർജർ വാങ്ങുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സാധനം ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ അത് കണക്റ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ഒരു ഡിവൈസ് നമ്മൾ വയർലെസ് ചാർജറായിട്ട് മാത്രമല്ല കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം ലഭിച്ചിട്ടുള്ള ഈ ഒരു ഡിവൈസിൻ്റെ ഒപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു USB കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റും. വേണ്ടിയിട്ട് നമുക്ക് കമ്പനി തന്നെ അതിൻ്റെ പാക്കിങ്ങിൻ്റെ കൂടെ ഒരു USB കേബിൾ നമുക്ക് തരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വയർലെസ് ചാർജിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള സാധാരണ ഡിവൈസുകൾ എങ്ങനെ ചാർജ് ചെയ്യാം എന്നുള്ളതും പരിശോധിച്ച് നോക്കാം. എൻ്റെ കയ്യിലുള്ള ഈ ഒരു iPhone 7 നിങ്ങൾക്കറിയാം വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യാത്തൊരു ഡിവൈസാണ്. ഇതുപോലെ സാംസങ്ങിൻ്റെ പല ഫോണുകളിലും വില കുറഞ്ഞിട്ടുള്ള ബജറ്റ് ഫോണുകളിലൊന്നും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഇതുപോലുള്ള ഒരു സാധനം വാങ്ങി കഴിഞ്ഞാൽ ഇതുപോലത്തെ വയർലെസ് ചാർജിങ് ഉപയോഗിക്കാവുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു ഫോണിൽ ചാർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതൊരു ഡിസ്പ്ലേ ഇതുപോലെ വൃത്തിയില്ലാതെ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു പൗച്ച് ഇട്ടും നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കറിയാം ഇപ്പോൾ ചാർജ് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മുടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു വയർലെസ് ഹെഡ്ഫോണും ഒരു വയർലെസ് ചാർജറും പിന്നെ ഒരു PD അഡാപ്റ്ററൊക്കെയാണ്. ഈ ഒരു സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നത്. സാധാരണ ഇതുപോലുള്ള ഒരുപാട് ഡിവൈസുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലുള്ള ഒരു ഡിവൈസ് അല്ല. മറ്റ് ഡിവൈസിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഞാൻ ഉപയോഗിച്ചപ്പം ഇതിൻ്റെ ബോക്സും ഫോണിൽ കണക്ട് ചെയ്തതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സാധാരണ ഇതുപോലുള്ള മറ്റു ഡിവൈസുകളൊന്നും ബോക്സൊന്നും ഫോണിൽ കണക്ട് ആവുന്നതോ അല്ലെങ്കിൽ ബോക്സിൽ എത്ര ചാർജ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഐഫോണിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റിൽ മാത്രമാണ് അങ്ങനെയുള്ള ഫീച്ചറുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ ഐഫോണിൻ്റെ പ്രോഡക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡിവൈസിന് വളരെ വില കുറവാണ്. ഈ ഒരു ഡിവൈസിന് ഏകദേശ പ്രൈസ് വരുന്നത് ഒരു 3500 രൂപൻ്റെ അല്ലെങ്കിൽ ഒരു 3000 രൂപേൻ്റെ ഒക്കെ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. ആ ഒരു വിലക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഡിവൈസ് നല്ലൊരു ഡിവൈസ് തന്നെയാണ്. വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, എല്ലാ ഫീച്ചറും ഉള്ള ഒരു ഡിവൈസ് തന്നെയാണെന്ന് പറയാം. ഈ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10 റിയാലാണ്, 2000 രൂപേൻ്റെ റേഞ്ചിലൊക്കെയാണ് ഈ ഒരു വയർലെസ് ചാർജർ വരുന്നത്. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഞാനിങ്ങനെ ഒരു ടെക്നോളജി വന്നപ്പോൾ നിങ്ങളതൊന്ന് പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.